Hello dear students, welcome to MathRoot. In this lecture, we are going to discuss three important topics. First one, logarithmic functions and its branches. Second one, two important propositions. And the last one, Cauchy-Riemann equations. Logarithmic function. We want to define log w so that it satisfies w equal to e raised to z when z equal to log w. Okay. നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത് ലോഗരിതമിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, ലോഗ് ഡബ്ല്യു ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അതെന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം? ഡബ്ല്യു ഈക്വൽ ടു ഇ റൈസ് ടു സെറ്റ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം വെൻ സെറ്റ് ഇസ് ഈക്വൽ ടു ലോഗ് ഡബ്ല്യു. ഓക്കെ, സോ നമ്മളിവിടെ പുട്ട് ചെയ്താൽ ഇ റൈസ് ടു സെറ്റിന് പകരം ലോഗ് ഡബ്ല്യു പുട്ട് ചെയ്താൽ ഇ റൈസ് ടു ലോഗ് ഓഫ് ഡബ്ല്യു. നമുക്കറിയാം എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ലോഗരിതമിക് ഫംഗ്ഷനും എന്താണ്? ഇൻവേഴ്സ് ഈച്ച് അതർ ആണ്. സോ ഡബ്ല്യു ഈക്വൽ ഡബ്ല്യു എന്നുള്ള ഫോമിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. ദർ ഇസ് എ പ്രോബ്ലം. നൗ സിൻസ് ഇ റൈസ് ടു 0 നോട്ട് ഈക്വൽ 0 ഫോർ എനി സെറ്റ്, സോ വി കാനോട്ട് ഡിഫൈൻ ലോഗ് 0. ഓക്കെ, നമുക്ക് 0യിലുള്ള ഈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ലോഗ് 0 നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, കാരണം എന്താണ്? ഇ റൈസ് ടു 0 എന്താവില്ല? ഒരിക്കലും 0 ആവില്ല. ഓക്കെ, സോ വി വാണ്ട് ടു ഓവർകം ദിസ് പ്രോബ്ലം. ഓക്കെ, സപ്പോസ് നൗ ദാറ്റ് w is given so that we have to examine the existence of z equal to x plus iy such that e raised to z, that means that's equal to e raised to x plus iy equal to w. Okay, അതായത് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് z is equal to x plus iy എന്നുള്ള ഒരു നമ്പർ, ഒരു കോംപ്ലക്സ് നമ്പർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഏത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന? ഇ റൈസ് ടു സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ഡബ്ല്യു എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു സെറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇത് നമുക്ക് ഇ റൈസ് ടു എക്സ് പ്ലസ് ഐ വൈനെ നമുക്ക് ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇ റൈസ് ടു എക്സ് ഇൻറ്റു ഇ റൈസ് ടു ഐ വൈ എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇ റൈസ് ടു ഐ വൈനെ കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇ റൈസ് ടു എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് ഐ സൈൻ വൈ ഈക്വൽ ടു ഡബ്ല്യു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ജസ്റ്റ് ഈക്വേറ്റ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്? ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡബ്ല്യു. ഓക്കെ, ഡബ്ല്യുവിൻ്റെ മോഡുലസിന് ഈക്വൽ ആയിരിക്കും എന്ത്? ഇ റൈസ് ടു എക്സ്. ഓക്കെ, ഇവിടെയുള്ള വൈ എന്നുള്ളത് എന്തായിരിക്കും? ആർഗ്യുമെൻറ്റ് ഓഫ് ഡബ്ല്യു പ്ലസ് 2πk ഫോർ സം കെ. ഓക്കെ, അതായത് ആംഗിൾ ആയിരിക്കും. ഓക്കെ, ആർഗ്യുമെൻ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുന്നത് ആംഗിൾ ആണ്. ഓക്കെ, അപ്പോൾ y എന്നുള്ളത് എന്താണ്? ആർഗ്യുമെൻ്റ് ഓഫ് w പ്ലസ് 2πk ഫോർ സം കെ. ഓക്കെ, ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ദസ് ഇഫ് മോഡ് w നോൺ സീറോ, ദാറ്റ് മീൻസ് w നോൺ സീറോ. ഓക്കെ, ഇത് നോക്കുക. ഇത് നോൺ സീറോ ആണെങ്കിലോ ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു മോഡ് w ഗിവ്സ് ദി സിംഗിൾ വാല്യൂ ഓഫ് എക്സ്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു. ഓക്കെ, നമ്മളിവിടെ ഇതിനെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ രണ്ട് സൈഡിലും എടുത്താൽ എന്താ കിട്ടുക? ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് മോഡ് ഡബ്ല്യു. ഓക്കെ, സോ ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് എന്താണ്? ഇൻവേഴ്സ് ഈച്ച് അതർ ഫംഗ്ഷൻസ് ആണ്. സോ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ലോഗരിതം ഫംഗ്ഷൻ ഒന്നിച്ച് വന്നാൽ എന്ത് ചെയ്യും? അത് ക്യാൻസൽ ആവും. സോ മോഡ് ഡബ്ല്യു കിട്ടും. ഓക്കെ, നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു. ഓക്കെ, ഇവിടെ ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു ഇത് രണ്ടും ക്യാൻസൽ ചെയ്തിട്ട് മോഡ് ഡബ്ല്യു എന്ന് കിട്ടും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു എന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എന്ത് കിട്ടി? എക്സ് ഈക്വൽ ടു ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു ആണ്. വൈ ഈക്വൽ ടു ആർഗ്യുമെൻ്റ് ഓഫ് ഡബ്ല്യു പ്ലസ് 2πk ആണ്. ഓക്കെ, നമ്മളെ എക്സും കിട്ടി വൈയും കിട്ടി. ഓക്കെ, ഈ സെറ്റിലുള്ള എക്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി, വൈ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റി. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോംപ്ലക്സ് നമ്പർ സെറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഹെൻസ് ദി സൊല്യൂഷൻ ഓഫ് ഇ റൈസ് ടു സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു ഈസ് ഗിവൺ ബൈ സെറ്റ് ഓഫ് ഓൾ ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു പ്ലസ് ഐ ഇൻറ്റു ആർഗ്യുമെൻ്റ് ഓഫ് ഡബ്ല്യു പ്ലസ് 2πk വേർ k is any integer. ഓക്കെ, നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടതെന്നാണ്? ഇ റൈസ് ടു സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, സെറ്റ് ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, ഇ റൈസ് ടു സെറ്റ് ഈക്വൽ ടു ഡബ്ല്യു എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന
ഒരു എക്സ് പ്ലസ് ഐ വൈ ഒരു സെറ്റ് ആണ് നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അതിൻ്റെ എക്സ് എന്തായിരിക്കും ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു ആയിരിക്കും, വൈ എന്തായിരിക്കും ആർഗ്യുമെന്റ് ഓഫ് ഡബ്ല്യു പ്ലസ് 2πk where k is any integer. ഓക്കെ, നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു എന്നുള്ളത് എന്താണ് റിയൽ യൂഷ്വൽ ലോഗരിതം ആണ്. ഓക്കെ, യൂഷ്വൽ റിയൽ ലോഗരിതം തന്നെയാണ് എന്ത് നമ്മുടെ ലോഗ് ഓഫ് മോഡ് ഡബ്ല്യു. ഡെഫിനിഷൻ ഇഫ് G is an open connected set in C and f from G to C is a continuous function such that z equal to e raised to f of z for all z in G, then f is a branch of the logarithm. Okay, G എന്നുള്ളത് എന്താണ് സിയുടെ ഒരു ഓപ്പൺ കണക്റ്റഡ് സബ്സെറ്റ് ആണ്. ഓക്കെ, ജിയിൽ നിന്ന് സിയിലേക്കുള്ള ഡിഫൈൻ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് എഫ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എഫ്. ഓക്കെ, ആ ഫംഗ്ഷൻ എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് z is equal to e raised to f of z. ഓക്കെ, e raised to f of z, അതായത് നമ്മളൊരു പോയിന്റ് ജിയിൽ നമ്മൾ ചൂസ് ചെയ്യുന്നു z. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇമേജ് എഫ് ഓഫ് സെറ്റ് എവിടെ ഉണ്ടായിരിക്കും സിയിൽ ഉണ്ടായിരിക്കും. ഓക്കെ, e raised to ആ എഫ് ഓഫ് സെറ്റ് എന്തിന് ഈക്വൽ ആയിരിക്കും സെഡിന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത്തരത്തിലുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ് എന്ത് എഫ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ എഫിന് നമ്മൾ എന്ത് പറയും ബ്രാഞ്ച് ഓഫ് ദി ലോഗരിതം. ഓക്കെ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ ഈ ലോഗ് ഫംഗ്ഷൻ എന്താണ് ഒരു മൾട്ടി വാല്യൂഡ് ഫംഗ്ഷനാണ്. ഓക്കെ, അതായത് നമുക്കൊരു ഡബ്ല്യു തന്നാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ഒരുപാട് എന്ത് ചെയ്യാൻ പറ്റും സെറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരുപാട് സെറ്റ് വാല്യൂസ് നമുക്ക് എടുത്താൽ അതിനൊരു സിംഗിൾ ഡബ്ല്യൂയിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. ഒരു മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആണ് എന്ത് ലോഗ്. ഓക്കെ, ദി ഇൻഫിനിറ്റ്ലി മെനി വാല്യൂഡ് ഫംഗ്ഷൻ ലോഗ് ഡബ്ല്യു ക്യാൻ ബി ഈസിലി ഡീകമ്പോസ്ഡ് ഇൻ ടു ബ്രാഞ്ചസ് ഓഫ് ഓൾ വിച്ച് ആർ സിംഗിൾ വാല്യൂ. ഓക്കെ, അതായത് മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻസ് ആക്കി മാറ്റാൻ പറ്റും. ഓക്കെ, അത് നമ്മൾ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ ബ്രാഞ്ച് ആക്കിയിട്ട് മാറ്റും. ഓക്കെ, ടു ഡു ദിസ് we restrict the value of f in an interval of length 2π. നമ്മൾ ആ മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആയി ലോഗ് ഡബ്ല്യുവിനെ നമ്മൾ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആക്കി മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നു റെസ്ട്രിക്ട് ചെയ്യുന്നു. ഒരു ചെറിയ പെർട്ടിക്കുലർ ഇന്റർവെല്ലിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു റെസ്ട്രിക്ട് ചെയ്യുന്നു. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ എഫിന് നമ്മൾ എന്ത് ചെയ്യുന്നു 0 < 2π ഈ ഇന്റർവെല്ലിൽ വെച്ച് റെസ്ട്രിക്ട് ചെയ്താൽ നമുക്ക് എന്തായിരിക്കും ഫൈൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ ഫംഗ്ഷൻ എഫ് ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ടുള്ള ലോഗ് ഡബ്ല്യു എന്തായിട്ട് മാറും ഒരു സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, അത് ലെങ്ത് 2π ഇന്റർവെല്ലുള്ള ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം അതിനെ റെസ്ട്രിക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ -π ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വേറെ രീതിയിൽ റെസ്ട്രിക്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മൾ ലെങ്ത് 2π ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഫംഗ്ഷനെ റെസ്ട്രിക്ട് ചെയ്താൽ മൾട്ടി വാല്യൂഡ് ഫംഗ്ഷൻ എന്തായിട്ട് മാറും സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിട്ട് മാറും. ഓക്കെ, പ്രൊപ്പോസിഷൻ ഇഫ് G subset C is open and connected and f is a branch of log z on G, then the totality of branches of log z are the functions f of z plus 2π ki, k belongs to z. Okay, സിയുടെ ഒരു സബ്സെറ്റ് ആണ് എന്ത് ജി. ഓക്കെ, ഒരു ഓപ്പൺ കണക്റ്റഡ് സബ്സെറ്റ് ആണ് ജി. ഓക്കെ, അതേപോലെ എഫ് എന്നുള്ളത് എന്താണ് ജി ലോഗ് സെറ്റിന്റെ ഒരു ബ്രാഞ്ച് ആണ്. ഓക്കെ, ജി എന്ന സെറ്റിലുള്ള ലോഗ് സെറ്റിന്റെ ഒരു ബ്രാഞ്ച് ആണ് എന്ത് എഫ്. ഓക്കെ, ഇനി എങ്ങനെയാണെങ്കിൽ ടോട്ടാലിറ്റി ഓഫ് ബ്രാഞ്ചസ് ഓഫ് ലോഗ് സെറ്റ് എന്ന ഫംഗ്ഷന്റെ ടോട്ടൽ ബ്രാഞ്ചുകൾ എന്ന് പറയുന്നത് എന്തായിരിക്കും ഈ ടൈപ്പ് ഫംഗ്ഷൻസ് ആയിരിക്കും. എഫ് ഓഫ് സെറ്റ് പ്ലസ് സം 2π ki ഫോമുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും എന്ത് ടോട്ടൽ ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പ്രൂഫ് സപ്പോസ് എഫ് ഈസ് എ ഗിവൺ ബ്രാഞ്ച് ഓഫ് ദി ലോഗരിതം ഓൺ ദി കണക്റ്റഡ് സെറ്റ് ജി. ഓക്കെ, നമ്മുടെ കണക്റ്റഡ് സെറ്റ് ജിയിലുള്ള ഏതെങ്കിലും ഒരു ഗിവൺ ബ്രാഞ്ച് ഓഫ് ലോഗരിതം ആണ് എന്ത് എഫ് എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ദാറ്റ് മീൻസ് z is equal to e raised to f of z. ഓക്കെ, അതാണ് നമ്മുടെ ബ്രാഞ്ച് ഓഫ് ലോഗരിതത്തിന്റെ ഡെഫിനിഷൻ. z is equal to e raised to f of z എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻ എഫിനാണ് നമ്മൾ എന്ത് പറയുന്നത് ബ്രാഞ്ച് ഓഫ് ലോഗരിതം. ഓക്കെ, അത്തരത്തിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് എന്ത് എഫ്. ഓക്കെ, ആൻഡ് സപ്പോസ് കെ ഈസ് ആൻ ഇൻറ്റിജർ. ഓക്കെ, കെ ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആണ്. നമ്മൾ എന്ത് ചെയ്യുക നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ് ടോട്ടാലിറ്റി ഓഫ് ബ്രാഞ്ചസ് ഈ ഫോമിലായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് കാണിക്കണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു ലെറ്റ് ജി ഓഫ് സെറ്റ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സെറ്റ് പ്ലസ് 2π ki എന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ജി ഓഫ് സെറ്റിനെ എഫ് ഓഫ് സെറ്റ് പ്ലസ്
2 pi ki എന്ന് അസ്യൂം ചെയ്യും. ഇനി നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? g ഓഫ് z വീണ്ടും എന്തായിരിക്കും? ബ്രാഞ്ച് ഓഫ് ലോഗരിതം തന്നെയായിരിക്കും പ്രൂവ് ചെയ്യണം. അതിനെന്താ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? z ഈക്വൽ ടു ഇ റൈസ് ടു g ഓഫ് z എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, z ഈക്വൽ ടു ഇ റൈസ് ടു g ഓഫ് z ആയാൽ എന്തായി? g എന്തായി? ബ്രാഞ്ച് ഓഫ് ലോഗരിതമായി. ഓക്കെ, സോ then e raised to g of z, that's equal to e raised to g of z means f of z plus 2 pi ki. Okay, f of z plus 2 pi ki. This is equal to e raised to f of z into e raised to 2 pi ki. The value of e raised to 2 pi ki equal to 1. Okay, so e raised to f of z into 1, that's equal to e raised to f of z. We know that f of z is a branch of logarithm, so e raised to f of z is equal to z. Okay, നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട് എന്ത്? എഫ് എന്തായിരുന്നു? ബ്രാഞ്ച് ഓഫ് ലോഗരിതം ആയിരുന്നു. അതുകൊണ്ട് ഇ റൈസ് ടു എഫ് ഓഫ് സെഡ് എന്തായിരിക്കും? ബൈ ഡെഫിനിഷൻ ഇസെഡ് ആയിരിക്കും. സോ നമുക്ക് എന്ത് കിട്ടി? ഇ റൈസ് ടു ജി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് എന്ന് കിട്ടി. ഓക്കെ, ഇ റൈസ് ടു ജി ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് ആണെങ്കിൽ എന്തായിരിക്കും? ജി എന്തായിരിക്കും? ബ്രാഞ്ച് ഓഫ് ലോഗരിതം. ഓക്കെ, കോൺവേഴ്സ്ലി ഇഫ് എഫ് ആൻഡ് ജി ആർ ബോത്ത് ബ്രാഞ്ചസ് ഓഫ് ലോഗ് സെഡ്, then for each z in g, f of z equal to g of z plus 2 pi ki for some integer k where k depends on z. Okay, ഇനി കോൺവേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? എഫും ജി എന്താണ്? രണ്ടും ലോഗ് സെറ്റിൻ്റെ ബ്രാഞ്ചസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഓക്കെ, നമ്മൾ ജിയിലെ ഏത് സെറ്റ് നമ്മൾ ചൂസ് ചെയ്താലും ഓക്കെ ലോഗ് സെറ്റിൻ്റെ ബ്രാഞ്ചസ് ആണ് ഏത്? ഈ രണ്ട് ഫങ്ഷൻസ്. ഓക്കെ, അതുപോലെ എഫ് ഓഫ് സെറ്റ് എന്താണ്? ജി ഓഫ് സെറ്റ് പ്ലസ് 2 pi ki ഫോമിലാണുള്ളത്. ഓക്കെ, note that the same k work for each z in g. ഓക്കെ, അതായത് ഈ സെയിം കെ നമ്മൾ നേരത്തെ ചൂസ് ചെയ്ത സെയിം കെ എന്ത് ചെയ്യും? നമ്മൾ ഏത് ജിയിലെ ഏത് സെറ്റ് ചൂസ് ചെയ്താലും അത് സെയിം കെ വർക്ക് ചെയ്യും. ഓക്കെ, അതിപ്പോൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇഫ് എച്ച് ഓഫ് സെഡ് ഇക്വൽ ടു എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് സെഡ് ബൈ 2 pi i. ഓക്കെ, നമ്മളൊരു പുതിയ ഫംഗ്ഷൻ എച്ച് ഓഫ് സെഡ് ഡിഫൈൻ ചെയ്യുക എങ്ങനെ? എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് സെഡ്. ഓക്കെ, അതിനെന്ത് ചെയ്യാം? നമ്മൾ 1/2 pi i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് സെഡിനെ 1/2 pi i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് എച്ച് ഓഫ് സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഈ ഫംഗ്ഷൻ നമ്മൾ എച്ച് ഓഫ് സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ദെൻ എച്ച് ഈസ് കണ്ടിന്യൂസ് ഓൺ ജി. എച്ച് എന്തായിരിക്കും? ജിയിൽ കണ്ടിന്യൂസ് ആയിരിക്കും. കാരണം എന്താ? എഫ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണ്, ഇതിൻ്റെ ഡിഫറൻസ് കണ്ടിന്യൂസ് ആയിരിക്കും. അതേപോലെ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്പിളിനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് വീണ്ടും എന്തായിരിക്കും? കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, ഓൾസോ എച്ച് ഓഫ് ജി ഈസ് സബ്സെറ്റ് ഓഫ് ഇസെഡ്. എന്ന റീസൺ എന്താ? ഇപ്പോൾ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് സെഡ് ബൈ 2 pi എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തത്. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് മൈനസ് ജി ഓഫ് സെഡ് എന്തായിരിക്കും? 2 pi ki ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈക്വൽ 2 pi ki ഡിവൈഡ് ബൈ 2 pi i. ഓക്കെ, 2 pi i ക്യാൻസൽ ചെയ്യുക, നമുക്ക് കിട്ടുന്നത് k ആയിരിക്കും. ഇപ്പോൾ ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻറ്റിജർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ എച്ച് ഓഫ് സെറ്റ് എന്തിൻ്റെ സബ്സെറ്റ് ആയിരിക്കും? ഇസെറ്റിൻ്റെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, സിൻസ് ജി ഈസ് കണക്റ്റഡ് എച്ച് ഓഫ് ജി മസ്റ്റ് ഓൾസോ ബി കണക്റ്റഡ്. നമ്മൾ അസ്യൂം ചെയ്തിരുന്നു ജി എന്നുള്ള സെറ്റ് കണക്റ്റഡ് ആയിരുന്നു. ഓക്കെ, സോ അതിൻ്റെ ഇമേജ് എച്ച് ഓഫ് ജി വീണ്ടും എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, എച്ച് എന്നുള്ളത് ജിയിൽ നിന്ന് സെറ്റിലേക്കുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, സോ അതിൻ്റെ റീസൺ എന്താണ്? ഇപ്പോൾ എഫ് ഫ്രം എക്സ് ടു വൈ എന്നുള്ളൊരു ഫംഗ്ഷൻ ഇത് കണ്ടിന്യൂസ് ആണ്. ഓക്കെ, എക്സ് എന്നുള്ള സെറ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇമേജ് അതായത് റേഞ്ച് എഫ് ഓഫ് എക്സ് വീണ്ടും എന്തായിരിക്കും? വൈൻ്റെ കണക്റ്റഡ് സബ്സെറ്റ് ആയിരിക്കും. അതായത് മീൻ ചെയ്യുന്ന എന്താണ്? ഒരു കണക്റ്റഡ് സബ്സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ അതിൻ്റെ റേഞ്ച് അതായത് ഇമേജ് വീണ്ടും എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ ജി എന്താണ്? കണക്റ്റഡ് ആണ്, എച്ച് കണ്ടിന്യൂസ് ആണ്. സോ ഈ കണക്റ്റഡ് സെറ്റ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന കണ്ടിന്യൂസ് ഫംഗ്ഷൻ അത് വീണ്ടും എന്തായിരിക്കും? കണക്റ്റഡ് ആയിരിക്കും. സോ എച്ച് ഓഫ് ജി എന്താണ്? കണക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കെ സെറ്റിൽ ഫൈൻഡ് ചെയ്യാൻ പറ്റും. എന്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന? എഫ് ഓഫ് സെറ്റ് പ്ലസ് 2 k pi i ഈക്വൽ ടു ജി ഓഫ് സെറ്റ് എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു കെ സെറ്റിൽ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫോർ എവറി സെറ്റ് ഇൻ ജി നമ്മൾ ഏത് പോയിന്റ് ജി എന്ന് ചൂസ് ചെയ്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടൊരു കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതായത് ഏത് പോയിന്റ് സെറ്റ് നമ്മൾ ജി എന്ന് ചൂസ് ചെയ്താലും നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ഓഫ് ഓൾ ഇൻഡിജേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, ദിസ് ഈസ് ദി പ്രൂഫ്. നെക്സ്റ്റ് പ്രൊപ്പോസിഷൻ, ലെറ്റ് ജി ആൻഡ് ഓം be two open subsets of C. Suppose that f from G to C and G from home to C are continuous functions such that
f of g is contained in ohm and g of f of z equal to z for all z in g. If g is differentiable and g dash of z non-zero, then f is differentiable and f dash of z equal to 1 by g dash of f of z. If g is analytic, then f is analytic. Proposition idea is okay. G ohm is C in the open subsets. Okay. We have two functions f and g define. G is C like function f. Ohm is C like function small g. Okay. F and g these functions are continuous functions. One condition satisfied f of g is contained ohm contained. Okay. That g of f of z. Okay. That is g composition f of z is z. Okay. Ini condition g differentiable function is g dash of z non-zero. Okay. Derivative non-zero. If f is differentiable, f in derivative is equal 1 by g dash of f of z equal. That g analytic f is analytic. Okay. Proof. Fix A belongs to G and let H belongs to C such that H not equal to 0 and A plus H belongs to G. Okay. One point A G will fix. Okay. One complex number H we choose. Okay. A non-zero complex number. Okay. Condition is A plus H will be G. That's why we non-zero complex number C choose. Okay. Ini g of f of a okay. G of f of a equal to a, since we assume that g of f of z equal to z for every z in g. Okay. Here a belongs to g, so a belongs to g means g of f of a equal to a. Okay. Also a plus h equal to g of f of a plus h, because a plus h is again in g, so a plus h belongs to g means g of f of a plus h equal to a plus h. Okay. Implies f of a not equal to f of a plus h. Also a plus h minus a. Okay. A plus h minus a. That's equal to a plus h means g of f of a plus h minus a means g of f of a. Okay. Here we obtain a plus h minus a, that's equal to h. That's equal to g of f of a plus h minus g of f of a. Okay. We two sides divide. Okay. So we obtain 1 equal to g of f of a plus h minus g of f of a divided by h. So 1 equal to g of f of a plus h minus g of f of a divided by h. Okay. Next step, this equation right side f of a plus h minus f of a multiply change divide change. Okay. At the same time this term multiply divide. Okay. Next step, limit h tends to 0 1. That's equal to limit h tends to 0 this. Okay. In the limit h tends to 0, we separate limit apply. Okay. Limit in the property. So limit h tends to 0, f of a plus h minus f of a 0. Okay. So this reason g dash of f of a. Okay. Limit h tends to 0, this quantity become g dash of f of a. Okay. This limit h tends to 0, f of a plus h minus f of a divided by h f dash of a. Okay. In limit h tends to 0, 1 1. Okay. So 1 equal to g dash of f of a into f dash of a. Okay. So f dash of a equal to 1 by g dash of f of a. Okay. So this is proved. Okay. Now g analytic f analytic. Okay. If g is analytic, by definition we can say that g dash is continuous. Okay. Derivative is continuous. So this implies function f is analytic. Okay. This is the proof. Corollary: a branch of the logarithm function is analytic and its derivative is 1 by z. Logarithm function branch analytic function, derivative 1 by z.
അതായത് ഡി ബൈ ഡി സെറ്റ് ഓഫ് ലോഗ് സെറ്റ് എന്തായിരിക്കും 1/z ആയിരിക്കും. ഓക്കെ. നെക്സ്റ്റ് ഡെഫിനിഷൻ, എ റീജിയൻ ഈസ് എൻ ഓപ്പൺ കണക്റ്റഡ് സബ്സെറ്റ് ഓഫ് ദി പ്ലെയിൻ. നമ്മുടെ കോംപ്ലക്സ് പ്ലെയിൻ സിയുടെ ഒരു ഓപ്പൺ കണക്റ്റഡ് സബ്സെറ്റിനാണ് നമ്മൾ റീജിയൻ എന്നതുകൊണ്ട് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, മീൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ടെർമിനോളജിയാണ് എന്ത്, റീജിയൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് എന്താണ് ഓപ്പൺ കണക്റ്റഡ് എന്ന് നമ്മൾ പല കേസിലും പല പേപ്പേഴ്സിലും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഓപ്പൺ എന്താണ്, ക്ലോസ്ഡ് എന്താണ്, അതേപോലെ കണക്റ്റഡ് എന്താണ്, ഡിസ്കണക്റ്റഡ് എന്താണ് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ എക്സ് ഈക്വൽ ടു ഒരു സെറ്റാണ്. എക്സ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ z ബിലോങ്സ് ടു സി സച്ച് ദാറ്റ് mod z minus 0 less than or equal to 1. Union set of all z belongs to C such that mod z minus 3 less than 1. ഓക്കെ, ഇപ്പോൾ എക്സ് എന്നുള്ളത് രണ്ട് സെറ്റ്സിൻ്റെ യൂണിയൻ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ജസ്റ്റ് എ എന്ന് ഡിനോട്ട് ചെയ്യുന്നു, ഇതിനെ നമ്മൾ ജസ്റ്റ് ബി എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ എക്സ് എന്ന് പറയുന്നത് ഈ രണ്ട് സെറ്റിൻ്റെയും കൂടി യൂണിയൻ ആണ്. ഓക്കെ, ഇത് ബൗണ്ടറി പോയിന്റ്സ് ഇല്ല. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ബൗണ്ടറി പോയിന്റ്സ് ഇല്ല, ഇവിടെ ബൗണ്ടറി കൂടെ ഉണ്ട്. ഓക്കെ, നമ്മളെ സെറ്റ് എ എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. അതായത് ഈ സെറ്റ് എന്തായിരിക്കും, ഓപ്പൺ ആയിരിക്കും. കാരണം എന്താണ്, നമ്മളൊരു പോയിന്റ് എനെ നമ്മൾ ഈ സെറ്റിൽ നിന്ന് ചൂസ് ചെയ്താൽ ഓക്കെ, അത് സെൻറ്ററായിട്ട് 1 റേഡിയസുള്ള ഡിസ്ക് കംപ്ലീറ്റ് ആയിട്ട് എന്തിൽ കണ്ടെയ്ൻഡ് ആയിരിക്കും, ഈ സെറ്റിൽ എയിൽ തന്നെ കണ്ടെയ്ൻഡ് ആയിരിക്കും. ഓക്കെ, ഒരു ഓപ്പൺ ഡിസ്ക് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു പോയിന്റ് സെൻറ്ററായിട്ടുള്ളത്. ഓക്കെ, സോ ഒരു ഓപ്പൺ ബോൾ ഈ സെറ്റിൽ കണ്ടെയ്ൻഡ് ആണ്. സോ എന്താണ്, സെറ്റ് ഓപ്പൺ ആണ്. അതേപോലെ സെറ്റ് എ അറ്റ് ദി സെയിം ടൈം ഇറ്റ് ഈസ് ക്ലോസ്ഡ്. കാരണം എന്താണ്, നമ്മൾ എക്സ് മൈനസ് എ ചൂസ് ചെയ്യുക. ഓക്കെ, അത് ഈ സെറ്റിൽ നിന്ന് എക്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, എനെ റിമൂവ് ചെയ്യുക. ആ സെറ്റ് എന്തായിരിക്കും, ബി ആയിരിക്കും. ഓക്കെ, ആ സെറ്റ് ബി ആയിരിക്കും. എനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ സെറ്റ് സച്ച് ദാറ്റ് മോഡ് z minus 3 less than 1. ഈ സെറ്റ് എന്താണ്, ഓപ്പൺ ആണ്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ഓപ്പൺ ആണ്. സോ ഈ സെറ്റ് എന്തായി, ക്ലോസ്ഡ് കൂടായി. സോ എ എന്നുള്ള സെറ്റ് ഓപ്പണും ആണ് ക്ലോസ്ഡും ആണ്. ഇതാണ് ഓപ്പൺ ക്ലോസ്ഡിൻ്റെ ഒക്കെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി ഈ സെറ്റ് ഡിസ്കണക്റ്റഡ് ആണ്. കാരണം എന്താ, ഇവിടെ തമ്മിൽ കോമൺ ആയിട്ട് പോയിന്റ്സ് ഇല്ല. ഓക്കെ, ഇവിടെ കോമൺ ആയിട്ട് ഒരു പോയിന്റ്സ് തമ്മിൽ കണക്ഷൻ ഇല്ല. ഓക്കെ, ഇപ്പോൾ ഈ രണ്ട് ഡിസ്കുകൾ ഇൻ്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ റീജിയൻസ് എന്താണ്, കണക്റ്റഡ് റീജിയൻസ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ കണക്റ്റഡ് സെറ്റ്സ് ആണ്. ഇതെന്താണ്, ഒരു ഡിസ്കണക്റ്റഡ് സെറ്റിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് എ വെരി ഇമ്പോർട്ടൻറ്റ് result that is very helpful to check whether a function is analytic or not. Okay, necessary conditions for f of z to be analytic. നമ്മൾ ഇതൊരു തിയറമായിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിൽ തിയറമായിട്ടല്ല ഉള്ളത്, വെറുതെ ഡിസ്കസ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മളൊരു തിയറമായിട്ടാണ് അത് പറയുന്നു. ഓക്കെ, തിയറം, ഇഫ് എഫ് ഓഫ് z equal to e of xy plus I into v of xy is differentiable at any point z equal to x plus iy, then the real and imaginary parts u of xy comma v of xy of f of z are also differentiable at x comma y and ux equal to vy comma uy equal to minus vx. ഓക്കെ, നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഫംഗ്ഷൻ അനാലിറ്റിക് ആണോ അല്ലയോ എന്നാണ്. ഓക്കെ, ഒരു ഫംഗ്ഷൻ ഉണ്ട് എഫ് ഓഫ് z equal to e of xy plus I into v of xy. ഓക്കെ, ഇത് റിയൽ പാർട്ടാണ്, ഇത് ഇമാജിനറി പാർട്ടാണ്. ഓക്കെ, ഫംഗ്ഷൻ ഇൻ 2 വേരിയബിൾ എക്സ് കോമ വൈ, വി ഇസ് എ ഫംഗ്ഷൻ ഇൻ 2 വേരിയബിൾ എക്സ് ആൻഡ് വൈ. ഓക്കെ, സോ എഫ് ഓഫ് z equal to u of xy plus I into v of xy എന്നുള്ളത് എന്താണ്, ഒരു ഫംഗ്ഷൻ ആണ്. ഇനി ഈ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. ഓക്കെ, ഏത് പോയിന്റിൽ z equal to x plus iy എന്നുള്ള ഏത് പോയിന്റിൽ എന്താണ്, ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും അത് വീണ്ടും എന്തായിരിക്കും, ഡിഫറൻഷ്യബിൾ ആയിരിക്കുകയും ചെയ്യും. ഈ ഫംഗ്ഷൻസിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു എക്സ് ഈക്വൽ ടു വി വൈ, യു ഐ ഈക്വൽ ടു മൈനസ് വി എക്സ്. അതായത് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഓക്കെ, ഓൾസോ ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. ഓക്കെ, ഈ ഇക്വേഷൻസ് നമ്മൾ പറയുന്ന പേരാണ് കോഷി റീമാൻ ഇക്വേഷൻസ് ഓർ സിംപ്ലി CR ഇക്വേഷൻസ്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് CR ഇക്വേഷൻസ് എന്ന് പറയും. ഓക്കെ, ഇനി വളരെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു ഫംഗ്ഷൻ
അനലിറ്റിക് ആണെങ്കിൽ ഈ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ഓക്കെ, ഒരു ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും? CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഇതിൻ്റെ റിവേഴ്സ് കോൺവേഴ്സ് നമുക്ക് പറയാൻ പറ്റില്ല. അതായത് ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അനലിറ്റിക് ആണെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഫംഗ്ഷൻ എന്ത് സാറ്റിസ്ഫൈ ചെയ്യും? CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, സോ നമുക്കൊരു ഫംഗ്ഷൻ തന്നു എഫ്. ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, ഫംഗ്ഷൻ അനലിറ്റിക് ഇംപ്ലൈസ് CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ഫംഗ്ഷൻ തരും, അത് അനലിറ്റിക് ആണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാനായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ CR ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഫംഗ്ഷൻ എന്താവില്ല? അനലിറ്റിക് ആവില്ല. ഓക്കെ, ഫംഗ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നമുക്ക് അങ്ങനെ തിരിച്ച് പറയാം. CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കില്ല? അനലിറ്റിക് ആയിരിക്കില്ല. ഓക്കെ, അതിന് നമ്മൾ ഈ ഇക്വേഷൻ വളരെയധികം യൂസ് ചെയ്യും. ഓക്കെ, പ്രൂഫ്. Let f from G to C be analytic and let u of x comma y equal to real part of f of z, comma v of x comma y equal to imaginary part of f of z for z belongs to G. Okay. G എന്നുള്ളത് എന്താണ്? ഒരു റീജിയൻ ആണ്, ഒരു ഓപ്പൺ കണക്റ്റഡ് സെറ്റ് ആണ്. ഓക്കെ, ഈ റീജിയണിന് സിയിലേക്കുള്ള ഒരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എഫ്. ഓക്കെ, അതേപോലെ എഫ് ഓഫ് സെറ്റിൻ്റെ റിയൽ പാർട്ടാണ് എന്ത്? യു ഓഫ് എക്സ് വൈ. ഓക്കെ, യു ഓഫ് എക്സ് കോമ വൈ. അതേപോലെ എഫ് ഓഫ് സെറ്റിൻ്റെ ഇമാജിനറി പാർട്ടാണ് എന്ത്? വി ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിമിറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, ലെറ്റ്സ് ഇവാലുവേറ്റ് ദി ലിമിറ്റ് എഫ് ഡാഷ് ഓഫ് സെറ്റ് ഇക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എഫ് ഓഫ് സെറ്റ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സെറ്റ് ബൈ എച്ച്. ഓക്കെ, ഈ ലിമിറ്റിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നു. അത് രണ്ട് ഡിഫറെൻറ്റ് വേയിൽ കൂടാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ്, എച്ച് ടെൻസ് ടു 0 ത്രൂ റിയൽ വാല്യൂസ് ഓഫ് എച്ച്. ഓക്കെ, എച്ചിൻ്റെ റിയൽ വാല്യൂസിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? എച്ച് ടെൻസ് ടു 0ലേക്ക് ടെൻഡ് ചെയ്യിക്കുന്നു. ഓക്കെ, ഈ വാല്യൂസിനെ. ഓക്കെ, അതേപോലെ എച്ച് ടെൻസ് ടു 0 ത്രൂ പ്യൂർലി ഇമാജിനറി വാല്യൂസ്. ഓക്കെ, എച്ച് ടെൻസ് ടു 0 നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു ഇതിലൂടെ പ്യൂർലി ഇമാജിനറി വാല്യൂസിലൂടെ നമ്മൾ ഈ ലിമിറ്റ് ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ അതായത് റിയൽ ആക്സിസിലൂടെയും ഇമാജിനറി ആക്സിസിലൂടെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലിമിറ്റ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, കേസ് 1, h tends to 0 through real values of h. Okay, for h non-zero and h real, we get f of z plus h minus f of z by h, that is equal to f of z means x plus iy plus h minus f of x plus iy divided by h. Okay, നമ്മൾ എന്ത് ചെയ്യുന്നു? h non-zero ആണെന്ന് എടുക്കുന്നു, അതേപോലെ h റിയൽ ആണെന്ന് ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ വാല്യൂ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, എഫ് ഓഫ് സെഡ് പ്ലസ് എച്ച് മൈനസ് എഫ് ഓഫ് സെഡ് ബൈ എച്ച്. ഓക്കെ, സെഡ് നമ്മൾ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതുന്നു. ഓക്കെ, ഇനി എച്ച് എന്താണ്? ഇവിടെ റിയൽ ആണ്. സോ എക്സ് പ്ലസ് ഐ വൈയിലെ റിയൽ പാർട്ട് എക്സ് ആണ്, എച്ച് റിയൽ ആണ്. സോ റിയൽ പാർട്ടുകൾ ആഡ് ചെയ്യുന്നു. എക്സ് പ്ലസ് എച്ച് പ്ലസ് ഐ വൈ മൈനസ് എഫ് ഓഫ് സെഡിനെ എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, ഡിവൈഡ് ബൈ എച്ച്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഫംഗ്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് സെഡ്, അതായത് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ. ഓക്കെ, എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ എന്താണ്? യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, എന്നുള്ള രീതിയിലാണ് ഉള്ളത്. അതായത് റിയൽ പാർട്ട് ഫംഗ്ഷൻ എഫിൻ്റെ റിയൽ പാർട്ട് എന്താണ്? യു ഓഫ് എക്സ് കോമ വൈ ആണ്, ഇമാജിനറി പാർട്ട് വി ഓഫ് എക്സ് കോമ വൈ ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ റിയൽ പാർട്ട് പ്ലസ് ഇമാജിനറി പാർട്ട് എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, യു ഓഫ് x plus h comma y minus u of x comma y divided by h plus I into v of x plus h comma y minus v of x comma y divided by h. Okay, real part plus I into imaginary part എന്നുള്ള രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, എന്ത് ചെയ്യുക? ലിമിറ്റ് എച്ച് ടെൻസ് 0 നമ്മൾ ലെഫ്റ്റിൽ അപ്ലൈ ചെയ്യുക. അപ്പോൾ ലെഫ്റ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഓക്കെ, ലിമിറ്റ് എച്ച് ടെൻസ് 0 നമ്മൾ അപ്ലൈ ചെയ്യാം. ഓക്കെ, ലിമിറ്റ് കാണാം. അപ്പോൾ ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഈ ക്വാണ്ടിറ്റി എന്തായിരിക്കും? എഫ് ഡാഷ് ഓഫ് സെഡ് ആയിരിക്കും. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സെഡ് ദാറ്റ്സ് ഈക്വൽ ടു, ഇനി ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഡോ യു ബൈ ഡോ എക്സ് ഓഫ് എക്സ് കോമ വൈ. ഓക്കെ, അതായത്
അതായത് യുവിൻ്റെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും ഇത് കിട്ടുന്നത് പ്ലസ് ഐ ഇൻറ്റു ഇത് വിയുടെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനെ സിമ്പിളായിട്ട് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു ഇത് ഈ എക്സിലുള്ള യുവിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് യു എക്സ് പ്ലസ് ഐ ഇൻറ്റു ഇത് വിയുടെ എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് വി എക്സ് എന്നുള്ള രീതിയിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഓക്കെ, സെക്കൻഡ് എച്ച് ടെൻസ് ടു 0 ത്രൂ പ്യൂർലി ഇമാജിനറി വാല്യൂസ്. ഓക്കെ, പ്യൂർലി ഇമാജിനറി വാല്യൂസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, സോ എഫ് ഓഫ് സെഡ് പ്ലസ് ഐ എച്ച് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഐ എച്ച് ദാറ്റ്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ പ്ലസ് ഐ എച്ച്, അതിന് നമ്മൾക്ക് ഐ ഓഫ് വൈ പ്ലസ് എച്ച് എന്നുള്ള രീതിയിൽ എഴുതാം, മൈനസ് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ വൈ ഡിവൈഡ് ബൈ ഐ എച്ച്. ഓക്കെ, സോ നമുക്കറിയാം ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം, മൈനസ് ഐ ഇൻറ്റു യു ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് മൈനസ് യു ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ എച്ച് പ്ലസ് വി ഓഫ് എക്സ് കോമ വൈ പ്ലസ് എച്ച് മൈനസ് വി ഓഫ് എക്സ് കോമ വൈ ഡിവൈഡ് ബൈ എച്ച്. നമ്മൾ എന്ത് ചെയ്യാം, നേരത്തെ ചെയ്തതുപോലെ ലിമിറ്റ് എച്ച് ടെൻസ് 0 നമ്മൾ ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ ലിമിറ്റ് എച്ച് ടെൻസ് 0 നമ്മൾ ഫൈൻഡ് ചെയ്ത് നമുക്ക് എന്ത് തന്നെയായിരിക്കും കിട്ടുന്നത്, എഫ് ഡാഷ് ഓഫ് സെറ്റ്. ഓക്കെ, ഇത് ലിമിറ്റ് എച്ച് ടെൻസ് 0 നമ്മൾ ഫൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് മൈനസ് ഐ ഇൻറ്റു ഡോ യു ബൈ ഡോ വൈ ആയിരിക്കും. ഓക്കെ, പ്ലസ് അതേപോലെ ലിമിറ്റ് എച്ച് ടെൻസ് 0 നമ്മൾ ഫൈൻഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും, ഡോ വി ബൈ ഡോ വൈ ആയിരിക്കും. ഓക്കെ, സോ പിന്നെ സിമ്പിളായിട്ട് എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു യു വൈ പ്ലസ് വി വൈ എന്നുള്ള രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് എഫ് ഡാഷ് ഓഫ് സെറ്റിൻ്റെ രണ്ട് ഇക്വേഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്തു. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു യു ഓഫ് എക്സ് പ്ലസ് യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്. ഓക്കെ, എക്സിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ് നമുക്ക് കിട്ടി, അതേപോലെ ഇവിടെ വൈയിലുള്ള പാർഷ്യൽ ഡെറിവേറ്റീവ്സ് നമുക്ക് കിട്ടി. ഓക്കെ, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു യു എക്സ് പ്ലസ് ഐ വി എക്സ്, എഫ് ഡാഷ് ഓഫ് സെഡ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു യു വൈ പ്ലസ് വി വൈ. ഓക്കെ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, സോ റൈറ്റ് സൈഡ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഈക്വൽ ആണ്, സോ റൈറ്റ് സൈഡ് ഈക്വേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുക, ഇമാജിനറി പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്യുക. സോ റിയൽ പാർട്ടുകൾ ഇക്വേറ്റ് ചെയ്താൽ യു എക്സ് ഈക്വൽ ടു വി വൈ. ഓക്കെ, ഇതിൻ്റെ റിയൽ പാർട്ട് യു എക്സ് ആണ്, ഇതിൻ്റെ റിയൽ പാർട്ട് വി വൈ ആണ്. സോ യു എക്സ് ഈക്വൽ ടു വി വൈ. ഓക്കെ, യു എക്സ് ഈക്വൽ ടു വി വൈ. അതേപോലെ ഇതിൻ്റെ ഇമാജിനറി പാർട്ടും ഇതിൻ്റെ ഇമാജിനറി പാർട്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുക, അതായത് വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ അല്ലെങ്കിൽ ഇതിനെ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് എന്നുള്ള രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഇതാണെന്ത്, കോഷി റീമാൻ ഇക്വേഷൻസ്. സോ ഒരു ഫംഗ്ഷൻ അനാലിറ്റിക് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫംഗ്ഷൻ അനാലിറ്റിക് ആണെങ്കിൽ ആ ഫംഗ്ഷൻ്റെ റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടും എന്ത് ചെയ്യും, ഈ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കും. ഓക്കെ, ഈ റിലേഷൻ നമ്മൾ പറയുന്ന പേരാണ് കോഷി റീമാൻ ഇക്വേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻറ്റ് ഡെഫിനിഷൻ, ഹാർമോണിക് ഫംഗ്ഷൻ. സപ്പോസ് എഫ് ഫ്രം ജി ടു സി ഈസ് അനാലിറ്റിക്. ഓക്കെ, implies f satisfies CR equations. That means ux equal to vy, uy equal to minus vx. Okay, ജിയിൽ നിന്ന് സിയിലേക്കുള്ളൊരു അനാലിറ്റിക് ഫംഗ്ഷൻ ആണ് എഫ്. എഫ് അനാലിറ്റിക് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, സോ എഫ് അനാലിറ്റിക് ആണെങ്കിൽ എഫ് എന്തായിരിക്കും, CR equation സാറ്റിസ്ഫൈ ചെയ്യും. That means ux equal to vy, uy equal to minus vx. Okay, suppose u and v have continuous partial derivatives. Okay, ഈ യുവിനും വിക്കും ഫംഗ്ഷൻ എഫിനെ നമ്മൾ സം എഫ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു സം യു ഓഫ് എക്സ് വൈ പ്ലസ് ഐ ഇൻറ്റു വി ഓഫ് എക്സ് വൈ എന്നായിരുന്നു റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. അതിൽ യുക്കും വിക്കും എന്തുണ്ട്, കണ്ടിന്യൂസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് യുവിൻ്റെയും വിൻ്റെയും പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ ക്വസ്റ്റ്യൻ 1 നമ്മൾ അഗെയിൻ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്താൽ യു എക്സ് എക്സ് ഈക്വൽ ടു വി എക്സ് വൈ. ഓക്കെ, ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്താൽ യു വൈ വൈ ഈക്വൽ ടു മൈനസ് വി വൈ എക്സ്. ഓക്കെ, ഇനി
പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എന്താണ് കണ്ടിന്യൂസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ ഇത് രണ്ടും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ദാറ്റ് മീൻസ് വി എക്സ് വൈയും യു വൈ എക്സും വി എക്സ് വൈയും വി വൈ എക്സും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, പാർഷ്യൽ ഡെറിവേറ്റീവ്സ് കണ്ടിന്യൂസ് ആണെങ്കിൽ വി എക്സ് വൈയും വി വൈ എക്സും ഈക്വൽ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്, റൈറ്റ് സൈഡിലെ വി എക്സ് വൈയും ഇവിടുത്തെ വി വൈ എക്സും എന്താണ് ഈക്വൽ ആണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, യു എക്സ് എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ വൈ. ഓക്കെ, സോ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന, അതായത് ഡോ സ്ക്വയർ യു ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ യു ബൈ ഡോ വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻസ്. ഓക്കെ, അതായത് യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ഈക്വൽ ടു 0 എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷൻസിന് നമ്മൾ പറയുന്ന പേരാണ് ഹാർമോണിക് ഫംഗ്ഷൻസ്. ഓക്കെ, നെക്സ്റ്റ് എ പ്രോബ്ലം. വെരിഫൈ കോഷി-റീമാൻ ഇക്വേഷൻസ് ഫോർ ദി ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ. ഓക്കെ, നമുക്കറിയാം എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ എന്നുള്ള ഫംഗ്ഷൻ എൻ്റയർ ഫംഗ്ഷനാണ്. അതായത് കോംപ്ലക്സ് പ്ലെയിനിലെ എല്ലാ പോയിന്റിലും എന്താണ് അനാലിറ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണെന്ത് എൻ്റയർ ഫംഗ്ഷൻ. സോ ഇതെന്താണ് എല്ലാ പോയിന്റിലും അനാലിറ്റിക് ആണ്. സോ ഇതെന്ത് സാറ്റിസ്ഫൈ ചെയ്യും, കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈ ചെയ്യും. ഓക്കെ, അത് നമുക്ക് കാണിച്ചു കൊടുക്കണം. സോ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു സെഡ് സ്ക്വയർ ആണ് നമ്മുടെ ഫംഗ്ഷൻ. നമുക്കിതിനെ എക്സ് പ്ലസ് ഐ വൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, സോ റിയൽ പാർട്ട് എന്തായിരിക്കും, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ പ്ലസ് ഐ ഇൻറ്റു ഇമാജിനറി പാർട്ട് എന്തായിരിക്കും 2xy. ഓക്കെ, സോ നമ്മുടെ യു എന്നുള്ള ഫംഗ്ഷൻ എന്താണ്, യു ഓഫ് എക്സ് വൈ, യു ഓഫ് എക്സ് കോമ വൈ എന്താണ് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ആണ് എന്ത് നമ്മുടെ യു ഓഫ് എക്സ് വൈ. ഓക്കെ, അതേപോലെ നമ്മുടെ വി എന്നുള്ള ഫംഗ്ഷൻ വി ഓഫ് എക്സ് വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു 2xy. ഓക്കെ, നമുക്ക് കാണിക്കേണ്ടത് എന്താണ്, യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. ഓക്കെ, സോ യു എക്സ് നമ്മൾ കാണാം. ഓക്കെ, ഈ ഫംഗ്ഷൻ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ യു എക്സ് നമുക്ക് കണ്ടാൽ എന്തായിരിക്കും കിട്ടുന്നത്, എക്സ് സ്ക്വയർ ഡെറിവേറ്റീവ് 2x. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു എക്സിലായതുകൊണ്ട് വൈൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. ഓക്കെ, സോ 2x. ഓക്കെ, അതേപോലെ യു എക്സ്, പിന്നെ അതേപോലെ യു വൈ നമ്മൾ കാണാം. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്താൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നത് മൈനസ് 2y. ഓക്കെ, നമ്മൾ വി എക്സ് കാണാം. ഓക്കെ, വി എക്സ് എന്തായിരിക്കും കിട്ടുന്നത്, വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്താൽ വൈനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചൂസ് വെക്കുക. ഓക്കെ, സോ 2y ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി വി വൈ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, ഈ വൈ ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എക്സിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ചൂസ് ചെയ്യുക. സോ 2x ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനി യു എക്സ് ഈക്വൽ ടു വി വൈ ആണോ എന്ന് ചെക്ക് ചെയ്യുക. യു എക്സ് ഈക്വൽ ടു വി വൈ, 2x ഈക്വൽ ടു 2x ആണ്. സോ യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും. ഓക്കെ, സോ യു എക്സ് ഈക്വൽ ടു വി വൈ ആയിരിക്കും. ഇനി യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. മൈനസ് 2y ഈക്വൽ ടു 2y. സോ നമുക്ക് എന്ത് പറയാം, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, അല്ലെങ്കിൽ വി എക്സ് ഈക്വൽ ടു മൈനസ് യു വൈ. ഓക്കെ, സോ യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്. സോ യു എക്സ് ഈക്വൽ ടു വി വൈ, യു വൈ ഈക്വൽ ടു മൈനസ് വി എക്സ്, ഈ രണ്ട് കണ്ടീഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കോഷി-റീമാൻ ഇക്വേഷൻസ് സാറ്റിസ്ഫൈഡ് ആയി. ഓക്കെ.